ഹേയ് ഗെയ്സ്, അപ്പോൾ ഗെയിമിംഗ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഗെയ്സ്. അപ്പം നമ്മളാണെങ്കിൽ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഷിൻചാനെ സ്കൂളിലോട്ടൊക്കെ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സോ എന്താണെങ്കിലും നമ്മൾ രാവിലെ ഷിൻചാനെയൊക്കെ സ്കൂളിൽ കൊണ്ടാക്കി. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോകാം ഗെയ്സ്. ആരോ വിളിക്കുന്നുണ്ടല്ലോ ഗെയ്സ്. ഹലോ, ഹൗസ് ഓണറാ? ഹലോ, എന്താ ചേട്ടാ വിളിച്ചേ? എടാ ഫ്രാങ്ക്ലിന്, നീ 2 മാസത്തെ വാടക തരാനുണ്ടല്ലോ വീട്ടിലെ. നീ 2 മാസത്തെ വാടക 30,000 രൂപ നീ തരാനുണ്ട്. നീ അത് എപ്പോൾ തരും? അയ്യോ ചേട്ടാ, അത് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ തരാം ചേട്ടാ. ഒരാഴ്ചക്കുള്ളിൽ തന്നില്ലെങ്കിൽ ഞാൻ നേരിട്ട് അങ്ങോട്ട് വരും. ഇല്ല വേണ്ട, ഞാൻ ഒരാഴ്ചക്കുള്ളിൽ തന്നേക്കാം. എന്നാൽ ശരി, ഒരാഴ്ചക്കുള്ളിൽ പൈസ കിട്ടണം. ഗെയ്സ്, അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഹൗസ് ഓണറാണ് ഇപ്പോൾ വിളിച്ചത്. പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 മാസത്തെ വാടക തരാനുണ്ട്, അല്ല വാടക കൊടുക്കാനുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം അത് കൊടുക്കണം. അപ്പോൾ എന്തായാലും നമുക്കിപ്പം നേരെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോകാം. കാരണം മൈക്കിളിൻ്റെ അടുത്ത് പോയിട്ട് പൈസ വല്ലതും ചോദിക്കാം. മൈക്കിളിൻ്റെ അടുത്ത് നേരിട്ട് പോയി പൈസ ചോദിച്ചാലേ ചിലപ്പോൾ അവൻ തരത്തുള്ളൂ. ഫോണിലൊന്നും ചോദിച്ചാൽ അവൻ എന്തായാലും തരത്തില്ല. ഗെയ്സ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോകാം ഗെയ്സ്. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമ്മൾ മൈക്കിളിൻ്റെ വീടിൻ്റെ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഒരാൾ ഇവിടെ കിടക്കുന്ന ഗെയ്സ്. എന്തോ പറ്റിയതാണെന്ന് തോന്നുന്നു ഗെയ്സ്. ചേട്ടാ ചേട്ടാ, എന്താ ചേട്ടാ? എനിക്ക് തോന്നുന്നു ഗെയ്സ് ഇയാൾക്ക് എന്തോ വണ്ടി എങ്ങാണ്ട് ഇടിച്ചതെന്ന് തോന്നുന്നു ഗെയ്സ്. നമുക്ക് എന്തായാലും ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാം ഗെയ്സ്. ഓക്കെ ഗെയ്സ്, അപ്പോൾ അയാളെ നമ്മൾ വണ്ടിയിൽ നമ്മൾ എടുത്ത് കൊണ്ടുപോകാൻ നമുക്ക് ആശുപത്രി എത്തിയിട്ടുണ്ട് ഗെയ്സ്. ഓക്കെ, എന്ത് പറ്റിയതാണെന്ന് പറഞ്ഞുകൂടാ ഗെയ്സ്. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമ്മൾ ആശുപത്രി കൊണ്ടുവന്ന് നമ്മൾ അയാളെ കൊണ്ടുപോയിട്ടുണ്ട്. ഡോക്ടർ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. നമ്മുടെ അടുത്ത് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഫ്രാങ്ക്ലിന് ഡോക്ടർ വന്നാ? എന്താ ഡോക്ടർ, എന്താ അയാൾക്ക് പറ്റിയത്? ഫ്രാങ്ക്ലിന് അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. അയാളെ കൃത്യസമയത്ത് ഫ്രാങ്ക്ലിൻ ഇവിടെ എത്തിച്ചുകൊണ്ട് നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റി. ഫ്രാങ്ക്ലിൻ എന്തായാലും നല്ലൊരു കാര്യമാണ് ചെയ്തത്. ഫ്രാങ്ക്ലിന് ഒരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ അയാളെ നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളായിരുന്നു. അല്ല ഡോക്ടറെ, അത് പുള്ളിക്ക് എന്ത് പറ്റിയതായിരുന്നു? ഫ്രാങ്ക്ലിൻ അത് പുള്ളിയൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അവിടെ വീണതാണ്. ഓക്കെ, അത് നമ്മളെന്തായാലും കറക്റ്റ് സമയത്ത് എത്തിച്ചുകൊണ്ട് രക്ഷിക്കാനായിട്ട് പറ്റി. ഓക്കെ ഓക്കെ, അപ്പോൾ എനിക്കിനി പോകാമോ? ഫ്രാങ്ക്ലിൻ ഇനി പോകാം കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഫ്രാങ്ക്ലിന് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് വിളിച്ചേക്കാം. ഓക്കെ ഗെയ്സ്, ഇപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഡോക്ടർ പറഞ്ഞ് നമുക്കിനി വീട്ടിലോട്ട് പോകാമെന്ന്. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട് പുള്ളി ഇങ്ങോട്ട് കൊണ്ടുവന്ന സമയത്ത്. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ വീട്ടിലോട്ട് പോകാം ഗെയ്സ്. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലോട്ട് വന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരെ മൈക്കിളിൻ്റെ വീട്ടിലോട്ടൊന്നും പോയിട്ട് കാര്യമില്ല. കാരണം ഉച്ചയായി, മൈക്കിളിപ്പോൾ വീട്ടിൽ കാണത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൈക്കിളിനെ ഫോൺ വിളിച്ച് പൈസ ചോദിച്ചാൽ അവൻ എന്തായാലും തരത്തില്ലെന്ന് പറയും. എന്നാലും നമ്മൾ നേരിട്ട് പോയാലേ ചിലപ്പോൾ അവൻ തരത്തുള്ളൂ. സോ എന്താണെങ്കിലും നമുക്ക് മൈക്കിളിൻ്റെ വീട്ടിൽ ഇനിയിപ്പോൾ ഇന്ന് പോകാൻ പറ്റത്തില്ല. ഒന്ന് കിടക്കട്ടെ, ഇനി ഷിൻചാൻ വരുമ്പോൾ എണീക്കാം. ഓക്കെ ഗെയ്സ്, അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഷിൻചാൻ വന്നു. ഞാനാണെങ്കിൽ ഉറങ്ങി, ഇത്തിരി നേരം ഒന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. എടാ ഷിൻചാൻ, നീ വല്ല അറിഞ്ഞോ? ഇന്ന് നീ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് എന്നെ ഹൗസ് ഓണർ വിളിച്ചായിരുന്നു. ഞാനാണെങ്കിൽ ഹൗസ് ഓണർ വിളിച്ചപ്പോൾ 2 മാസത്തെ പൈസ തരാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പൈസ ചോദിക്കാൻ വേണ്ടി മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവിടെ മൈക്കിളിൻ്റെ വീടിൻ്റെ സൈഡിലായിട്ട് ഒരാൾ റോഡിൻ്റെ സൈഡിൽ വീണ് കിടക്കുന്നത് കണ്ടു. അപ്പം ഞാനാണെങ്കിൽ വിചാരിച്ചു എന്തായാലും എന്തോ വണ്ടി എങ്ങാണ്ട് ഇടിച്ച് വീണതെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ അയാളെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് വീണതാണ്. സോ എന്തായാലും ഞാൻ കറക്റ്റ് സമയത്ത് കൊണ്ടുപോയത് കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന്. അപ്പോൾ ഷിൻചാനെ ഇല്ലായിരുന്നെങ്കിൽ അയാൾ മരിച്ചു പോയേനെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇല്ലടാ ഷിൻചാനെ, അയാൾക്ക് കുഴപ്പമൊന്നുമില്ല. അയാളെ ചിലപ്പോൾ ഇന്നോ നാളെയൊക്കെ ഡിസ്ചാർജ് ചെയ്ത് വിടുമായിരിക്കും, എന്തെങ്കിലും ആവട്ടെ. ഷിൻചാനെ, അപ്പോൾ നീ ഇന്ന് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് വല്ല ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു പോയി. എന്തായാലും ഇനിയിപ്പം മൈക്കിളിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി പറ്റത്തില്ല, അവൻ വീട്ടിൽ കാണത്തില്ല. ഇനിയിപ്പം നമുക്ക് നാളെ രാവിലെ മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഷിൻചാനെ, നീ ഹോംവർക്കൊക്കെ ചെയ്തു പോയി കേട്ടോ. ഗെയ്സ്, അപ്പോൾ എന്താണെങ്കിലും നമുക്കിനി നാളെ രാവിലെ കാണാം ഗെയ്സ്. ഓക്കെ ഗെയ്സ്, അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. ഇപ്പോൾ എന്തായാലും ഞാനൊന്ന് മൈക്കിളിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഷിൻചാനെ, നീ ഇവിടെ ഇരുന്നോ കേട്ടോ, ഞാൻ മൈക്കിളിൻ്റെ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാം. ഗെയ്സ്, ആരോ ഫോൺ വിളിക്കുന്നല്ലോ. ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്? അതെ ചേട്ടാ, ചേട്ടൻ്റെ പേര് ഫ്രാങ്ക്ലിൻ എന്നല്ലേ? അതെ, എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ എന്നാണ്.
ഇതാരാ സംസാരിക്കുന്നത്? ചേട്ടൻ ഇന്നലെ ഒരാളെ രക്ഷിച്ചില്ലായിരുന്നോ? റോട്ടിൽ വെച്ച് വീണ് കിടന്നപ്പോൾ ആശുപത്രി കൊണ്ടുപോയില്ലായിരുന്നോ? ആ കൊണ്ടുപോയി. ആ അതെ. ആ ഞാനായിരുന്നു ചേട്ടാ അത്. ചേട്ടൻ എന്നെയാണ് ഇന്നലെ ആശുപത്രി കൊണ്ടുപോയത്. ഓ ഓ ചേട്ടനെയാണല്ലേ ഞാൻ ഇന്നലെ ആശുപത്രി കൊണ്ടുപോയത്. ഓക്കെ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ഫ്രാങ്ക്ലിൻ. ഫ്രാങ്ക്ലിന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഫ്രാങ്ക്ലിനോട് എനിക്കൊരു നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. പക്ഷേ എനിക്ക് നന്ദിയായിട്ട് മാത്രം പറഞ്ഞാൽ പോരല്ലോ. എനിക്ക് ഫ്രാങ്കിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരണമെന്നുണ്ട്. കാരണം കുറേ ആളുകളുള്ള ഒരു റോട്ടിൽ വെച്ചാണ് ഞാൻ വീണത്. എന്നിട്ട് പോലും ആരും എന്നെ മൈൻഡ് ചെയ്തില്ല. ഫ്രാങ്ക്ലിൻ മാത്രമേ എന്നെ രക്ഷിച്ചുള്ളൂ. അതുകൊണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത്തിരി നേരം കൂടെ വൈകിയിരുന്നെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു എന്ന്. ഫ്രാങ്ക്ലിൻ എന്നായാലും എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ ഫ്രാങ്ക്ലിൻ എന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ചോദിച്ചോളൂ, ഞാൻ നടത്തി തരുന്നതായിരിക്കും. അയ്യോ, പൈസയെന്നൊക്കെ ഇത്തിരി പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. ചോദിക്കൂ ഫ്രാങ്ക്ലിൻ, എത്രയാണ് വേണ്ടത്? ഒരു 30,000 രൂപ. ഓക്കെ ഫ്രാങ്ക്ലിൻ, 30,000 രൂപയല്ലേ? ഞാൻ ഈ നമ്പറിലോട്ട് ഇപ്പം തന്നെ അയച്ചേക്കാം കേട്ടോ. എന്താ ശരിക്കും നിങ്ങൾ പറയുകയാണോ അയച്ചു തരാമെന്ന്? അതെ ഫ്രാങ്ക്ലിൻ, ഞാൻ എത്രയും വേഗം ഫ്രാങ്ക്ലിൻ അയച്ചു തരാം. ഓക്കെ. എടാ ഷിൻചാനെ, ഞാൻ ഇന്നലെ ഒരാളെ രക്ഷിച്ചെന്ന് പറഞ്ഞില്ല, ആ ഒരു പുള്ളിയാണ് ഇപ്പോൾ എന്നെ വിളിച്ചത്. അത് നന്ദി പറയാനെന്നും പറഞ്ഞ് വിളിച്ചിട്ട് നന്ദി മാത്രം പറഞ്ഞാൽ അയാൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും പൈസ ആയിട്ടോ ഇല്ലേ അങ്ങനെ വല്ലതും ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പോൾ ചോദിച്ചു, എനിക്കിപ്പോൾ വാടക അടക്കമുള്ള പൈസ വേണമല്ലോ അത്. അപ്പം തന്നെ പുള്ളി സമ്മതിച്ചടാ. 30,000 രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി പറഞ്ഞ് ഓക്കെ ഇപ്പോൾ തന്നെ അയച്ചു തരാമെന്ന്. എന്താണെങ്കിലും നമുക്കിപ്പോൾ ഇനിയിപ്പോൾ സമാധാനമായി. ഇനിയിപ്പോൾ അയാൾ അയച്ചു തരുമായിരിക്കും ഷിൻചാനെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അയാൾ അയച്ചു തരുമെന്ന് നോക്കാം. വെയിറ്റ്, എന്തോ ഒരു മെസ്സേജ് വന്നല്ലോ. 30,000 രൂപ. എടാ 30,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വന്നടാ ഷിൻചാനെ. എടാ എന്താണെങ്കിലും അയാൾ നമുക്ക് അയച്ചു തന്നു കേട്ടോ. ഞാൻ എന്തായാലും അയാളെ ഒന്ന് വിളിച്ച് കാര്യം പൈസ വന്നെന്ന് പറയട്ടെ. ഹലോ ചേട്ടാ, ചേട്ടൻ നേരത്തെ പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, അത് കിട്ടിയായിരുന്നു കേട്ടോ. പൈസ വന്നു. ഓക്കെ ഫ്രാങ്ക്ലിൻ, എന്തായാലും അത് ഞാൻ അയച്ചു തരുന്നു. ഓക്കെ, എന്താണെങ്കിലും ഓക്കെ. അപ്പോൾ ശരി. ശരി ചേട്ടാ. എടാ ഷിൻചാനെ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ആ ഹൗസ് ഓണർക്ക് പെട്ടെന്ന് തന്നെ പൈസ അയച്ചു കൊടുത്തേക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഹൗസ് ഓണർക്ക് പൈസയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. ഇനിയിപ്പോൾ സമാധാനമായി. കാരണം ഇനി നമുക്ക് ടെൻഷൻ അടിക്കണ്ട. ഇനി ഇത്രയും നേരം നമുക്ക് പൈസ എങ്ങനെ അടയ്ക്കും എന്നുള്ളൊരു ടെൻഷനായിരുന്നു. ഇനിയിപ്പോൾ വാടക അടയ്ക്കാൻ ടെൻഷൻ വേണ്ട. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് നാളെ കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും ഒരു രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഷിൻചാനെ, ഞാനൊന്ന് പുറത്തോട്ടൊക്കെ പോയി ഒന്ന് ഓടിയിട്ട് വരാം ഗൈസ്. ഷിൻചാനെ നീ ഇവിടെ ഇരുന്നോ? ഞാനൊന്ന് പുറത്ത് പോയിട്ടൊന്ന് ഓടിയിട്ടൊക്കെ വരാം. കാരണം കുറേ നാളായി ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ടൊന്ന് ഓടാനൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഒരു ജോഗിങ്. ഇത് ആരാ വിളിക്കുന്നത്? ഹലോ. ഇത് ഫ്രാങ്ക്ലിൻ അല്ലേ? അതെ. ഇതാരാണ്? നീ ഒച്ച എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഫ്രാങ്ക്ലിൻ എന്നെ ഇന്നലെ 30,000 രൂപ അയച്ചു തന്നു. ഫ്രാങ്ക്ലിൻ അന്ന് അവിടെ നിന്ന് എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയ. ചേട്ടാ, എന്താ ചേട്ടാ വിളിച്ചത്? ഫ്രാങ്ക്ലിൻ ഒന്ന് ഞാനൊരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ഇപ്പോൾ ഫ്രീ ആണോ? കുഴപ്പമില്ല, എന്താ കാര്യം പറഞ്ഞു. അതെ ഫ്രാങ്ക്ലിൻ, ഞാനൊരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ അങ്ങോട്ടേക്ക് എത്രയും വേഗം വരാൻ വേണ്ടി പറ്റുമോ? വരാം. ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടല്ലേ? പെട്ടെന്ന് തന്നെ വരാം. എന്നാൽ പെട്ടെന്ന് തന്നെ വന്നേക്കൂ കേട്ടോ, ഞാൻ വെയിറ്റ് ചെയ്യാം. എടാ ഷിൻചാനെ, ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു പുള്ളി വിളിച്ച്. എന്തായാലും നമുക്ക് പൈസ അയച്ചു തന്നെന്ന് പറഞ്ഞില്ലേ, ഞാൻ അന്ന് ആശുപത്രി കൊണ്ടുപോയ പുള്ളി. ആ പുള്ളിയാണ് വിളിച്ചത്. ആ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞ് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്, അങ്ങോട്ട് എത്രയും വേഗം പോകാൻ. എന്തായാലും ഷിൻചാനെ നീ റെഡിയാവും. ഞാൻ റെഡിയായിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവാം ഗെയ്സ്. അപ്പോൾ എന്തായാലും നമുക്ക് റെഡി ആയിട്ട് വരാം ഗെയ്സ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാനായിട്ട് ഗെയ്സ്. അപ്പം ഞാൻ ഷിൻചാനൊക്കെ റെഡിയായി, നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാം. ഷിൻചാനെ വാടാ. നമുക്കിനി എന്തിനാണ് വിളിച്ചതെന്ന് പറഞ്ഞുകൂടാ, ലൊക്കേഷൻ അയച്ചത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഷിൻചാനെ വാടാ, വണ്ടി കയറ് ഗെയ്സ്. അങ്ങനെ എന്തായാലും നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് നേരെ ആ ഒരു ലൊക്കേഷൻ അയച്ച ഭാഗത്തോട്ട് പോയേക്കാം ഗെയ്സ്. ഇവിടെ എവിടെയാണ് ലൊക്കേഷൻ? അവിടെ ആരോ നിൽപ്പുണ്ട്. അത് തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇത് തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി അങ്ങോട്ടൊന്ന് ഒതുക്കിയിടാം.
ഈ ഒരു പുള്ളിയാണ് നമ്മളന്ന് രക്ഷിച്ചത്. ഓക്കെ, അയാളെന്താ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇറങ്ങാം. ഷിൻചാനെ വാടാ ഇറങ്ങടാ. ഓക്കെ ചേട്ടാ, എന്തിനാ ചേട്ടാ വിളിപ്പിച്ചേ? ഫ്രാങ്ക്ലിൻ വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്? ആ അതെ. ഫ്രാങ്ക്ലിന് സ്വന്തമായിട്ടൊരു വീട് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹമില്ലേ? ആ അതൊക്കെ ഉണ്ട്, പിന്നെ അതിനുള്ളൊരു പൈസ അങ്ങനെയൊന്നും ഇല്ല, അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ. ഫ്രാങ്ക്ലിൻ ഇനിയിപ്പോൾ വിഷമിക്കണ്ട, ഫ്രാങ്ക്ലിന് സ്വന്തമായിട്ടൊരു വീട് ഇനി മുതലുണ്ട്. എന്താ ചേട്ടാ പറയുന്നത്? സ്വന്തമായിട്ടൊരു വീട് എനിക്കാ? അതെ ഫ്രാങ്ക്ലിന് എൻ്റെ ബാക്കിൽ കാണുന്ന വീട് കണ്ടോ? ഇത് ഞാൻ ഫ്രാങ്ക്ലിന് വേണ്ടി വാങ്ങിച്ച വീടാണ്. എന്ത്? എനിക്ക് വേണ്ടി വാങ്ങിച്ച വീടാ ഇതാ? എന്തിന്? ഫ്രാങ്ക്ലിന് ഇപ്പോൾ നേരത്തെ എന്താ ഈ പറഞ്ഞ പോലെ നമുക്ക് പൈസ അടയ്ക്കാൻ വേണ്ടി പറ്റാതെ ഫ്രാങ്ക്ലിൻ ആളുകളുടെ അടുത്ത് പൈസ അന്വേഷിച്ച് നടന്നില്ലേ? ആ അതെ. ആ ഒരവസ്ഥ ഇനിയും വന്നാലോ? വാടക അടയ്ക്കാതെ പൈസ ഇല്ലെങ്കിൽ എന്താണെങ്കിലും ഹൗസ് ഓണർ ഫ്രാങ്ക്ലിനെ വീട്ടിൽ നിന്നും പുറത്താക്കും. അപ്പോൾ ഫ്രാങ്ക്ലിന് വീടില്ല എന്നുണ്ടെങ്കിൽ ഫ്രാങ്ക്ലിൻ എന്ത് ചെയ്യും? അപ്പോൾ ഇനിയും ആ ഒരവസ്ഥ ഫ്രാങ്ക്ലിന് വരാനായിട്ട് പാടില്ല. അപ്പോൾ എനിക്ക് ഫ്രാങ്ക്ലിൻ ഇത്രയെങ്കിലും ചെയ്തു തന്നില്ലെങ്കിൽ ഒരു സമാധാനം ആവത്തില്ല. ഫ്രാങ്ക്ലിൻ അന്ന് 30,000 രൂപ ചോദിച്ചില്ലേ? അപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ കിടക്കുമായിരുന്നു ഫ്രാങ്ക്ലിന് വേണ്ടി എന്തെങ്കിലും വലുത് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ ഈ വീടങ്ങ് വാങ്ങിച്ചത്. ഓക്കെ, എന്താണെങ്കിലും ഫ്രാങ്ക്ലിൻ ഈ വീട് എന്താണെങ്കിലും സ്വീകരിച്ചേ പറ്റൂ. ഓക്കെ, എന്നാൽ പിന്നെ ഓക്കെ, എന്താണെങ്കിലും ചേട്ടൻ പറഞ്ഞേക്ക് ശരിയാണ്. നമുക്കങ്ങനെ ഇപ്പോൾ പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് വാടക അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഹൗസ് ഓണർ പുറത്താക്കി കഴിഞ്ഞാൽ നമ്മൾ തെരുവിലായി പോകും. ഇപ്പോൾ എന്തായാലും ഒരു വീട് വേണം. പക്ഷെ ചേട്ടൻ എന്തിനാ അപ്പോൾ? ഫ്രാങ്ക്ലിൻ അതൊന്നും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഫ്രാങ്ക്ലിന് വേണ്ടി ഇത് എൻ്റെ ഒരു വക ഗിഫ്റ്റാണ്. ഫ്രാങ്ക്ലിൻ ഇത് എന്തൊക്കെ വന്നാലും സ്വീകരിച്ചേ പറ്റൂ. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും നന്ദിയുണ്ട് ചേട്ടാ ഇത്രയും വലിയ സഹായം ചെയ്തതിന്. നന്ദിയൊന്നും വേണ്ട ഫ്രാങ്ക്ലിന് എന്നെ എന്തായാലും അന്ന് രക്ഷിച്ചതല്ലേ, അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഇതായിട്ടങ്ങ് കൂട്ടിക്കോ. ഫ്രാങ്ക്ലിന് വീട്ടിനകത്തൊക്കെ പോയൊന്ന് കണ്ടോ? വീടൊക്കെ ഒന്ന് കണ്ടോ? ആ ചേട്ടാ, അപ്പോൾ ചേട്ടൻ വരുന്നില്ലേ? ഇല്ല ഫ്രാങ്ക്ലിൻ, ഞാൻ ഓൾറെഡി കണ്ടായിരുന്നു. ഫ്രാങ്ക്ലിൻ എന്തായാലും അകത്തൊക്കെ പോയി കണ്ടോ? ഞാൻ ഇവിടെ നിന്നോളാം. എന്നാൽ പിന്നെ ശരി ചേട്ടാ, എന്നാൽ ഞാൻ ഒന്ന് പോയി അകത്തൊക്കെ നോക്കിയിട്ട് വരാം. എടാ ഷിൻചാനെ വാടാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് ഒരു റൂമുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ അത് ഇവിടെ ആയിട്ടൊരു സ്വിമ്മിംഗ് പൂളും കൂടെ ഉണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മൾ അകത്തോട്ട് കയറിപ്പോൾ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും അകത്ത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ടൊരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ട് എന്തൊരു വഴി കാണുന്നുണ്ട്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു എന്തോ പുറത്തോട്ടുള്ള വഴിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മുകളിലോട്ടൊക്കെ വഴിയുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് കയറിപ്പോവാം. ഗെയ്സ്, അപ്പം എന്താണെങ്കിലും നമ്മൾ നേരെ മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് ഗെയ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തോ ഉണ്ടല്ലോ, ഇതെന്താ? ഇവിടെ എന്തോ എനിക്കൊന്നെന്തോ കിച്ചൺ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തോ അതുപോലത്തെ എന്തോ സംഭവം. ഓക്കെ, അപ്പോൾ കിച്ചൺ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ആയിട്ട് നമുക്ക് ഇരുന്നൊക്കെ സംസാരിക്കാം. പിന്നെ ഒരു ഹോള്. ഓക്കെ, ഇവിടെ എല്ലാവർക്കും കൂടിയിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താണെങ്കിലും ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്കിത് ഇവിടെ നിന്ന് കാഴ്ചയൊക്കെ കാണാനായിട്ടുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത്യാവശ്യം വലിയ വീട് തന്നെയാണ് ഗൈസ്. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് ആ റോഡും ആളുകളെയൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും നമുക്കിനിയിപ്പോൾ അപ്പുറത്ത് എന്തോ ഉണ്ടല്ലോ, അതെന്താ ഒരു മുറിയാണെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അല്ല ഇത് മുറിയല്ലല്ലോ, ഇത് ബാത്റൂമാണ്. അല്ല, ഈ ബാത്റൂമിൽ എന്തിനാ ഈ ഗ്ലാസ്? ഇതേ നോക്കിയ ഗൈസ്, അവിടെ എല്ലാം ഗ്ലാസ് വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അകത്തുനിന്ന് മാത്രം പുറത്ത് കാണാൻ പറ്റും, അല്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള എല്ലാം ഗ്ലാസ് ആയിരിക്കും, പറയാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ ബാത്റൂമിൽ ഗ്ലാസ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇനി ഇപ്പുറത്തൊരു മുറിയും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഇവിടെയൊന്നും ഇല്ല. അപ്പോൾ എന്താണെങ്കിലും ഇതാണല്ലേ നമ്മുടെ വീട്. ഓക്കെ ഷിൻചാനെ, വീടൊക്കെ എങ്ങനെയുണ്ട്? അതേടാ ഷിൻചാനെ, ഇനി മുതൽ ഈ വീട് നമുക്കാണെന്നാണ് ഒരു പുള്ളി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചേട്ടൻ പോയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഗെയ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.